എനിക്ക് ശേഷം ഇവിടെ വെള്ളപ്പൊക്കം കൊണ്ട് നശിച്ചു പോകും. അവർക്ക് ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ അവർ കേക്ക് തിന്നുകൊള്ളട്ടെ. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമായി ഫ്രഞ്ച് രാജാക്കന്മാർ പുറപ്പെടുവിച്ച പ്രസ്താവനകളാണിവ. അക്കാലത്തെ രാജാക്കന്മാർ ഏകാധിപത്യവും ധൂർത്തും നിറഞ്ഞ ജീവിതമായിരുന്നു മുന്നോട്ട് നയിച്ചിരുന്നത് എന്ന് നമുക്ക് ഈ പ്രസ്താവനകളിലൂടെ തന്നെ മനസ്സിലാകുന്നുമുണ്ട്. എന്നാൽ ജനങ്ങളാകട്ടെ 10-9 ഭാഗം പേർ വിശപ്പിനാലും 10-1 ഭാഗം ആളുകൾ ദഹനപ്രക്രിയ നടക്കാത്തത് കാരണത്താലും മരണപ്പെട്ടിരുന്നു. അതായത് ഫ്രാൻസിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും നയിച്ചിരുന്ന ജീവിതം ദുരിതപൂർണമായിരുന്നു. എന്നാൽ ഭരണകർത്താക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷമാകട്ടെ ലക്ഷൂറിയസും എക്സ്ട്രാ വാഗ്നന്റുമായിരുന്ന ഒരു ജീവിതമായിരുന്നു മുന്നോട്ട് നയിച്ചിരുന്നത്. ഈ സാഹചര്യമാണ് ഫ്രാൻസിനെ സാമൂഹിക സാമ്പത്തിക അസമത്വത്തിലേക്ക് നയിച്ചത്. ഫ്രഞ്ച് സമൂഹം എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന 3 സ്ട്രാറ്റകളായി തിരിച്ചിരുന്നു. ക്ലർജികൾ അഥവാ മതപുരോഹിതന്മാർ, നോബിളുകൾ അഥവാ പ്രഭുക്കന്മാർ, കോമൺസ് അഥവാ മിഡിൽ ക്ലാസ്, ട്രേഡേഴ്സ്, ലോയേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുമായിരുന്നു അത്. ക്ലർജികളുടെ പ്രത്യേകതകൾ നോക്കുന്ന സമയത്ത് ഫ്രാൻസിന്റെ ഭൂരിപക്ഷ ഭൂമിയും ഇവരുടെ കൈവശമാണെന്ന് കാണാൻ സാധിക്കും. കൂടാതെ ടിത്തെ എന്നു പേരുള്ള ഒരു നികുതിയും കർഷകരുടെ കയ്യിൽ നിന്ന് ക്ലർജികൾ ഈടാക്കിയിരുന്നു. അതോടൊപ്പം യാതൊരുവിധ നികുതിയും അടയ്ക്കാതെയാണ് ക്ലർജികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനേറെ പറയണം, രാജ്യത്തിന് നൽകേണ്ട നികുതി പോലും ക്ലർജികൾ അടച്ചിരുന്നില്ല. അതോടൊപ്പം രാജ്യത്തിന്റെ സൈനിക ഭരണ മേഖലകളിലുള്ള ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നതും ഇവർ തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അധ്വാനവും കൂടാതെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് ക്ലർജികൾ. നോബിളുകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ക്ലർജികളെ പോലെ തന്നെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാകുകയും കർഷകരിൽ നിന്ന് നികുതി പിടിച്ചു വാങ്ങുകയും ലക്ഷൂറിയസ് ലൈഫ് നയിക്കുകയും വലിയ തോതിൽ ഭൂമി കൈവശം വെച്ചിരുന്നവരെല്ലാമാണ് ഈ നോബിളുകൾ. അതുപോലെ തന്നെ യാതൊരു കൂലിയുമില്ലാതെ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിൽ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനും ഈ നോബിളുകൾ യാതൊരുവിധ മടിയും കാണിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. കോമൺസിന്റെ ജീവിത രീതി നോക്കുന്ന സമയത്ത് അവരുടെ ജീവിതം ദുരിത പൂർണ്ണമാണ്. തേയില എന്ന ടാക്സ് ഗവൺമെന്റിന്, ടിത്ത എന്ന ടാക്സ് ക്ലർജികൾക്ക്, കൂടാതെ പലതരം ടാക്സുകൾ നോബിളുകൾക്ക്, കൂടാതെ ഫ്രഞ്ച് കിങ്ങിന്റെ പുതുതായി വരുന്ന എല്ലാ നികുതിയും അടയ്ക്കേണ്ടതും ഇവർ തന്നെയാണ്. ഇത്രയെല്ലാം നികുതികൾ അടച്ചിട്ടും അവർക്ക് സാമൂഹികമായോ ഭരണപരമായോ യാതൊരുവിധ റോളും ഉണ്ടായിരുന്നില്ല. ഫ്രാൻസിലെ 90% ആളുകൾ നയിച്ചിരുന്ന ഒരു ജീവിതമാണിത്. ബോർബോൺ രാജാക്കന്മാരുടെ ലക്ഷൂറിയസും എക്സ്ട്രാ വാഗ്നന്റുമായിരുന്ന ലൈഫും ക്ലർജികളുടെയും നോബിൾസിന്റെയും പതിവായ യുദ്ധങ്ങളും ഫ്രാൻസിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന വരൾച്ചയുമെല്ലാം ഫ്രാൻസിന്റെ സാമ്പത്തിക നില വഷളാക്കി. വീണ്ടും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് നൽകിയ സാമ്പത്തിക സൈനിക സഹായങ്ങളിലൂടെ ഫ്രാൻസ് പരിപൂർണ പാപ്പരത്വത്തിലേക്ക് കൂപ്പുകുത്തി. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്, എന്നാൽ എല്ലായിടങ്ങളിലും അവൻ ചങ്ങലകളിലാണ്. ജനങ്ങൾക്കാണ് പരമാധികാരം എന്നിങ്ങനെ തുടങ്ങുന്ന റൂസോയുടെ ചിന്തകളും സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും ആദർശങ്ങളും യുക്തിസഹമായ ചിന്തകളെ പ്രൊമോട്ട് ചെയ്തിരുന്ന വോൾട്ടയറിന്റെ പ്രഖ്യാപനങ്ങളുമെല്ലാം ഫ്രഞ്ച് ജനതയെ ചൂഷണത്തെക്കുറിച്ചും അസമത്വത്തെക്കുറിച്ചിട്ടും ബോധവൽക്കരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1789 3 എസ്റ്റേറ്റുകളിലെയും പ്രതിനിധികളെ പുതിയ തരം ടാക്സുകൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലൂയി 16 വിളിച്ചുകൂട്ടി. ഇതാണ് പിൽക്കാലത്ത് സ്റ്റേറ്റ്സ് ജനറൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അത്രയും കാലം ഫ്രാൻസിൽ ബില്ല് പാസ്സാക്കാനുള്ള വോട്ടിംഗ് സിസ്റ്റം നിലനിന്നിരുന്നത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന നിലക്കായിരുന്നു. സ്വാഭാവികമായിട്ടും ആദ്യ 2 എസ്റ്റേറ്റുകൾ തേർഡ് എസ്റ്റേറ്റിന്റെ മേൽ ആധിപത്യം നേടും. അതുകൊണ്ട് തന്നെ ആദ്യ 2 എസ്റ്റേറ്റുകൾക്ക് അതുപോലെ തന്നെ, അഥവാ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന നിലക്ക് തന്നെയായിരുന്നു ആഗ്രഹവും. പക്ഷേ തേർഡ് എസ്റ്റേറ്റുകാർ സ്റ്റേറ്റ്സ് ജനറലിൽ ഒരു പ്രത്യേക ആവശ്യം ഉന്നയിച്ചു. ഓരോ എസ്റ്റേറ്റിലെയും ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് എന്ന നിലക്ക് വോട്ടിംഗ് സിസ്റ്റത്തെ മാറ്റിയെടുക്കണം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിൽ 295 പേരും സെക്കൻഡ് എസ്റ്റേറ്റിൽ 308 പേരും ആകെ 593 പേർ. എന്നാൽ തേർഡ് എസ്റ്റേറ്റിൽ മാത്രം 621 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ 2 എസ്റ്റേറ്റുകൾ തേർഡ് എസ്റ്റേറ്റിന്റെ ആവശ്യത്തെ നിരസിച്ചു. വാദങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ തങ്ങളാണ് ഫ്രാൻസിന്റെ നാഷണൽ അസംബ്ലി എന്ന് തേർഡ് എസ്റ്റേറ്റുകാർ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് സംഭവ ബഹുലമായ ടെന്നീസ് കോർട്ട് ഓത്ത് സംഭവിക്കുന്നത്. വെർസലേസ് കോർട്ടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ തേർഡ് എസ്റ്റേറ്റുകാർ സംഘടിക്കുകയും ഫ്രാൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നത് വരെ തങ്ങൾ ഇവിടം വിട്ടു പോകുകയില്ല എന്ന് പ്രതിജ്ഞയും അവർ ചെയ്തു. 1789 ജൂലൈ 14 ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന മുദ്രാവാക്യത്തോടുകൂടി വിപ്ലവങ്ങൾ ഫ്രഞ്ച് തെരുവുകളിൽ കൊടുങ്കാറ്റായി വീശി. അന്നേ ദിവസം തന്നെ ബോർബോൺ മൊണാർക്കിയുടെ അടയാളമായിരുന്ന ബാസ്റ്റിലെ പ്രസൻ ജനങ്ങൾ തച്ചു തകർത്തു. അവിടെ നിന്ന് കിട്ടിയ ആയുധങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങി.
ഇതാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നത്. 1789 തന്നെ നാഷണൽ അസംബ്ലി പുറപ്പെടുവിച്ച പ്രഖ്യാപനങ്ങളും സ്ത്രീകൾ ഗിവ് us ബ്രെഡ് എന്ന മുദ്രാവാക്യവുമായി നടത്തിയ പ്രക്ഷോഭങ്ങളുമെല്ലാം റവല്യൂഷന്റെ ചെറിയ മുഖങ്ങൾ മാത്രമാണ്. എന്തായാലും 1792 ദ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിന് ഒരു ഭരണഘടന നിർമ്മിക്കുകയും ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം അഥവാ 1793 ഫ്രാൻസിന്റെ ഇന്റർനാഷണൽ അഫയേഴ്സ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് റോബസ്പിയറുടെ കീഴിൽ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഫ്രഞ്ച് റവല്യൂഷനിലെ മാറ്റിവെക്കാൻ പറ്റാത്ത അധ്യായം റെയിൻ ഓഫ് ടെറർ അരങ്ങേറുന്നത്. ജാക്കബിൻ പാർട്ടിയുടെ നേതാവായിരുന്ന റോബസ്പിയറി വിപ്ലവത്തിൽ തങ്ങൾക്കെതിരെ നിന്നവരെന്ന് സംശയിക്കപ്പെടുന്ന എല്ലാവരെയും വധിച്ചു കളഞ്ഞു. ഫ്രഞ്ചിന്റെ രാജാവായിരുന്ന ലൂയി 16 ഭാര്യ മേരി ആന്റോയിനറ്റയും കൂടാതെ ധാരാളം ക്ലർജികളും നോബിൾസും അതിലൂടെ തന്നെ വധിക്കപ്പെട്ടു. ഒഫീഷ്യലായി 17,000 പേരും അൺഒഫീഷ്യലായി അഥവാ യാതൊരുവിധ വിചാരണയും കൂടാതെ 10,000 പേരും വധിക്കപ്പെട്ടു. അനിയന്ത്രിതമായ കൂട്ടക്കുരുതിക്കൊടുവിൽ ജാക്കബിൻ പാർട്ടിയുടെ തന്നെ അനുയായികൾ തങ്ങളുടെ നേതാവായിട്ടുള്ള റോബസ്പിയറിയെ ഇതേ ഗില്ലറ്റിൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ വധിച്ചു കളഞ്ഞു. അതോടെ 1794 റെയിൻ ഓഫ് ടെറർ എന്ന ചരിത്ര സംഭവത്തിന് സമാപ്തിയായി. തുടർന്ന് പലതരം ഭരണ പരിഷ്കാരങ്ങൾക്ക് ഫ്രാൻസ് സാക്ഷിയായി. 5 പേർ ചേർന്ന് മുന്നോട്ട് നയിക്കുന്ന ഗവൺമെന്റുമെല്ലാം അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഒടുവിൽ 1799 ഒരു സൈനിക അട്ടിമറിയിലൂടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ അധികാരം കൈക്കലാക്കി. പോസ്റ്റ് റവല്യൂഷൻ കാലഘട്ടത്തിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ സംഘടിച്ച യൂറോപ്യൻ അലിയൻസിനെ പരാജയപ്പെടുത്തിയതോടെയായിരുന്നു നെപ്പോളിയന്റെ ഈ സ്ഥാനാരോഹണം. ഫ്രഞ്ച് റവല്യൂഷന്റെ ആദർശവും ലക്ഷ്യവുമെല്ലാമായിരുന്ന പല പുനരാവിഷ്കാരങ്ങളും നെപ്പോളിയൻ ഏകാധിപത്യ രൂപേണ നടപ്പിലാക്കി. കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കൽ, ക്ലർജികളുടെ മേലുള്ള രാജ്യത്തിന്റെ മേൽക്കോയ്മ, പബ്ലിക് ഡെപ്റ്റ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിങ്കിങ് ഫണ്ട് എന്നിവയെല്ലാം നെപ്പോളിയൻ കൊണ്ടുവന്ന പ്രധാന പുനരാവിഷ്കാരങ്ങളാണ്. നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയതയ്ക്ക് ശക്തി പ്രാപിച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടക്കാൻ നെപ്പോളിയൻ തുടക്കമിട്ടു. ബെൽജിയം, നെതർലാൻഡ്സ്, ജർമ്മനിയുടെ ചില ഭാഗങ്ങൾ എന്നിവ നെപ്പോളിയൻ കീഴടക്കുകയും ചെയ്തു. നെപ്പോളിയൻ തുടർച്ചയായി നേടിയിരുന്ന ഈ വിജയം യൂറോപ്യൻ രാജ്യങ്ങൾ പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ കീഴിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സഖ്യം ചേരുകയും നെപ്പോളിയനെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടാനും തുടങ്ങി. ഒടുവിൽ 1815 യൂറോപ്യൻ സഖ്യം വാട്ടർലൂ എന്ന യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തി. ഫ്രഞ്ച് റവല്യൂഷന് ഇന്ത്യയുമായും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താനെ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം തന്റെ തലസ്ഥാന നഗരിയായ ശ്രീലങ്ക പട്ടണത്തിൽ ട്രീ ഓഫ് ലിബർട്ടി എന്ന മരം നടുകയും ഫ്രഞ്ച് ക്ലബായിരുന്ന ജാക്കബിൻ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ഥിതിഗതികൾ നോക്കുന്ന സമയത്ത് ഏകാധിപത്യത്തിൽ നിന്ന് തുടങ്ങി ഏകാധിപത്യത്തിൽ തന്നെ അവസാനിച്ച ഒരു വിപ്ലവം. എന്നിട്ടും എന്തുകൊണ്ട് മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്ന പേരിൽ ഫ്രഞ്ച് റവല്യൂഷൻ അറിയപ്പെടുന്നു? കാരണം ഇതാണ്: ലോകത്ത് പിൽക്കാലത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനവും ഉന്മേഷവും നൽകിയത് ഫ്രഞ്ച് റവല്യൂഷനാണ്. കൂടാതെ മിഡിൽ ക്ലാസ് വളർച്ചയെ സഹായിച്ചത് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന ആദർശങ്ങൾ ലോകത്താകമാനം വ്യാപിപ്പിച്ചത് എന്നിവയെല്ലാം ഫ്രഞ്ച് റവല്യൂഷനാണ്.